ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസത്തെ പല പല ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ ബുക്സൊക്കെ കവർ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് കവർ ചെയ്യുന്നത്. ബുക്സ് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും കൈഫ് കുറേ ദിവസമായി മമ്മ കവർ ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോരോ തിരക്ക് കാരണം ഇങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വെച്ചതാണ്. ഇപ്പോൾ ഇതാ സ്കൂൾ തുറക്കാൻ ഇനി ജസ്റ്റ് 2 ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതാ കവർ ചെയ്യാണ്. പിന്നെ സ്കൂളിലേക്കുള്ള ഐറ്റംസും കാര്യങ്ങളും ഒന്നും വാങ്ങിയിട്ടില്ല. ഇപ്രാവശ്യം എല്ലാം ലേറ്റായി. മറ്റേത് നമ്മളൊരു മെയ് പകുതി ആകുമ്പോൾ അല്ലെങ്കിൽ മെയ് സ്റ്റാർട്ടിങ്ങിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെക്കണതാണ്. ഇപ്പോൾ ഇതാ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് ഷോപ്പിൽ പോയപ്പോൾ അന്നും നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച എല്ലാവരും വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കെൻസി നോട്ട്ബുക്സ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കെൻസിനിലെ നോട്ട്ബുക്സ്, പിന്നെ കെൻസിനും കൈഫിനും എല്ലാവർക്കും ബാഗ്, ബാക്കി കൊട, പിന്നെ പെൻസിൽസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഒക്കെ പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ ഇതാ സ്കൂളിലൊരു ദിവസം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. രാവിലത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലും പിന്നെ കുട്ടികൾക്കുള്ള ടിഫിൻ എല്ലാം കൂടിയിട്ട് ആകെ ഹറിബറിയാണ്. എന്തായാലും 10 മണിയോട് കൂടിയിട്ട് എല്ലാവരും പോയി കഴിയും കേട്ടോ. കൈഫാണ് ഏറ്റവും നേരത്തെ പോവുക. അങ്ങനെ കൈഫിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്കൂളിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അവരെന്തോ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കാരണം 1 മന്ത് ക്യാൻറ്റീൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൈഫ് സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്കതാണ് ഏറ്റവും സുഖം. ലഞ്ച് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ മസാല പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇതിലിതാ വെജിറ്റബിൾസ്, പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നെ തക്കാളി, ക്യാപ്സിക്കം എല്ലാതും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് എല്ലാം കൂടി കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ദോശ റെഡിയാക്കണം. കൈഫിന് ആവശ്യമായിട്ടുള്ള ദോശയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. കൈഫാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ആൾക്ക് ടിഫിനിലും ദോശയും മസാലയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നന്നായിട്ട് വിശന്നിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വേണം. അങ്ങനെ ഇന്ന് ഞാനിതാ ഒരു വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് പോച്ച്ഡ് എഗ്ഗാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഫസ്റ്റ് ഒരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് പാലും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അഗാരോൻ്റെ എഗ് ബോയിലറിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. പോച്ച്ഡ് എഗ്സും പിന്നെ ബോയിൽഡ് എഗ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലൊരു പോച്ചിങ് ട്രേ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഓണാക്കി കൊടുത്താൽ മതി. ഞാൻ അത് കുറച്ച് ചീസും കൂടിയിട്ട്, അതായത് സ്ലൈസ്ഡ് ചീസില്ലേ, അതും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതാ സംഭവം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഞാൻ ഉപ്പും മുളകും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. രണ്ടും വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയും ഇഷ്ടമുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ കുറച്ച് വെജിറ്റബിൾസും എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എഗ് ബോയിലർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കണം. ഇന്ന് എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഇവിടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതാ നമ്മളൊരു ഡെസേർട്ട് ഉണ്ടാക്കുകയാണ്. നവാബി സെമ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. സംഗതി നല്ല ടേസ്റ്റും ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബദാമും കാഷ്യൂ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറിൽ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് സേമിയ അല്ല കേട്ടോ. ഇനിയിപ്പോൾ റോസ്റ്റഡ് സേമിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് കളർ കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ആയിട്ടാവും കിട്ടുക. അതും ഇതുപോലെ ബട്ടറിലിട്ടിട്ട് കുറച്ച് ടൈം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതാ ഒരു 1/2 കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, നമ്മളെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര അങ്ങനെ തന്നെ ചേർക്കണ്ട, പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. നെക്സ്റ്റ് നമ്മൾക്കിതാ കസ്റ്റാർഡ് റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 കപ്പ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 കപ്പായിട്ടും എടുക്കാം. ഞാൻ അത്യാവശ്യം വലിയൊരു ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. 1 കപ്പ് പാലിന് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിതാ 4 കപ്പിൻ്റെ ഒരു അളവ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ നമ്മളെ ഈ പാലിലേക്ക് തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. കുറച്ച് ഷുഗറും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. കുറച്ചും തിക്കായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ, ഷുഗർ, മിൽക്ക് പൗഡർ, നട്ട്സൊക്കെ ഇട്ടുള്ള ഒരു മിക്സ് ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് സേമിയൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കസ്റ്റാർഡ്. അങ്ങനെ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. കസ്റ്റാർഡ് മിക്സ് ഇതാ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് സൈഡിലേക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിതാ സേമിയ എന്നെ എടുത്തിട്ടുണ്ട്. സേമിയ കുറച്ചിങ്ങനെ സൈഡിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് ഇതാ കുറച്ച് ബദാമും പിസ്തയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നവാബി സെമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. കുറച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് എന്തായാലും ഇതുപോലത്തെ ഈ സേമിയ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബീഫ് ലസാനിയാണ്. കുറച്ച് ബീഫൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ബീഫൊക്കെ ഇതാ തണുപ്പൊക്കെ പോയി അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ മിൻസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ മിക്സിൻ്റെ ജാറിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുക്കുകയാണ്. സവാള, തക്കാളി, വെളുത്തുള്ളി എല്ലാതും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ക്യൂബ്സ് ആയിട്ടാട്ടെ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള. നമ്മളെ നീളത്തിലുള്ള കട്ടിങ് അല്ല, നൈസായിട്ട് അങ്ങനെയല്ല. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ ഇതാ തക്കാളി ഒരു 4 ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണ്.
നമുക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഏകദേശം അളവെടുത്താൽ മതി. ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഇത്ര സവാള ഇത്ര തക്കാളി അങ്ങനെ ഒരു കണക്ക് എനിക്ക് ആക്ച്വലി ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ 3 വലിയ സവാള, പിന്നെ 4 ചെറിയ തക്കാളി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒറിഗാനോ, ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് മിൻസ്ഡ് മീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതായത് മിൻസ്ഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കലാണ്. അതൊരു ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫസ്റ്റ് ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇത് അത്യാവശ്യം തിക്നെസ്സോട് കൂടിയുള്ളൊരു വൈറ്റ് സോസ് ആവണം. അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബീഫ് ലസാനിയ റെഡിയാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് സമൂസ ഷീറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2-3 സെക്കൻഡ് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കോരിയെടുക്കുക. അല്ലെങ്കിൽ കുറേ ടൈം വെച്ചാൽ അത് കട്ട പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് അപ്പോൾ തന്നെ എടുക്കുക. ഇത് നമ്മൾ എടുത്ത് പിന്നെ നേരെ സെറ്റിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വേറെ പ്ലേറ്റിലൊക്കെ കുറേ ടൈം വെച്ചാൽ ഇങ്ങനെ കട്ട പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ഒരു ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമൂസ ഷീറ്റ് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ട്രേയിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിന് മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതിന് മേലേക്ക് ഫുള്ളായിട്ട് വൈറ്റ് സോസ്, പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതിന് മേലേക്ക് സമൂസ ഷീറ്റ്, പിന്നെ ബീഫിൻ്റെ മസാല, പിന്നെ വൈറ്റ് സോസ്, മൊസറല്ല ചീസ് അങ്ങനെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലേക്ക് മൊസറല്ല ചീസ്, പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ബീഫ് ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസും എല്ലാതും ടേബിളിൽ സെറ്റായിട്ടോ. ബ്രദറും ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇത് ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മളെ സമൂസ ഷീറ്റും അല്ലെങ്കിൽ ലസാനിയ ഷീറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ 3 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. എല്ലാതും നല്ല അടിപൊളി റെസിപ്പീസാണ്. മെയിൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡെസേർട്ട് എടുക്കുകയാണ്. നമ്മളെ നവാപ്പി സെമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ്. കുറച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. എല്ലാവരും കൂടി കുറച്ച് ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പോയത് കേട്ടോ. രാത്രി കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവർ ഇറങ്ങുകയാണ്. ബ്രദർ, അവരുടെ മോന്, പിന്നെ വൈഫ്. അപ്പോൾ യാത്ര പറച്ചിലാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.